ഹാൾ ടൂറും മഹാഭീകരനും. അടുക്കളയിൽ ഇരുട്ടുമൂലകളില് ഇരുന്ന് നടന്നു മടുത്തപ്പോ ക്രോക്ക് പറഞ്ഞു, ചുട്ടു, നമുക്ക് ആ വലിയ വാതില് കടന്ന് അപ്പുറത്തെ ഹാളൊന്ന് കാണാൻ പോയാലോ? അവിടെ വലിയ സോഫകളും ചുവന്ന കാർപ്പറ്റും ഒക്കെ ഉണ്ടെന്ന് അമ്മാവൻ പാറ്റ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചുട്ടുവിന് ആദ്യം കുറച്ച് പേടി തോന്നിയെങ്കിലും ക്രോക്ക് കൂടെ ഉള്ളത് കൊണ്ട് അവൻ സമ്മതിച്ചു. ക്രോക്ക് പതുക്കെ നടന്നും ചുട്ടു ഓടിയും ഹാളിലെത്തി. അമ്മോ, ഇത് എന്ത് വലിയ സ്ഥലാ! ഹാളിന്റെ വലുപ്പം കണ്ട് ചുട്ടു അത്ഭുതപ്പെട്ടു. അവിടെയുള്ള ചുവന്ന കാർപ്പറ്റ് കണ്ടപ്പോ അവർക്കതൊരു വലിയ മൈതാനം പോലെ തോന്നി. അവരതിന്റെ മുകളിലൂടെ ഓടിക്കളിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ദൂരെ എവിടെയോ ഒരു വലിയ മുരൾച്ച കേട്ടത്. ഗ്രൂം ഗ്രൂം ശബ്ദം അടുത്തേക്ക് വരുന്നു. ചുട്ടു പേടിച്ചു വിറച്ചു. ഹാളിന്റെ മൂലയിൽ നിന്ന് നീളമുള്ള വാലുള്ള വലിയൊരു ചക്രമുള്ള യന്ത്രം അതാ വരുന്നു. അതൊരു വാക്യൂം ക്ലീനർ ആയിരുന്നു. അത് തറയിലുള്ള പൊടിയും ചെറിയ സാധനങ്ങളും എല്ലാം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. ക്രോക്ക് വിളിച്ചു പറഞ്ഞു. രണ്ടുപേരും കാർപ്പറ്റിലൂടെ ജീവനും കൊണ്ടോടി. പക്ഷെ വാക്യൂം ക്ലീനറിന്റെ കാറ്റ് അവരെ പിന്നിലേക്ക് വലിക്കാൻ തുടങ്ങി. ചെറിയ ഉറുമ്പായ ചുട്ടുവിന് പിടിച്ചു നിൽക്കാനേ കഴിയുന്നില്ല. അവൻ കാറ്റിൽ പറന്നു പോവാൻ തുടങ്ങുകയായിരുന്നു. ചുട്ടു ഉറക്ക വിളിച്ചു. ക്രോക്കു തന്റെ നിരീക്ഷണ ബുദ്ധി ഉപയോഗിച്ചു. ഓടുന്നതിനിടയിൽ അവൻ കണ്ടു, കാർപ്പറ്റിന്റെ ഒരു മൂലയില് വലിയൊരു സോഫയുണ്ട്. സോഫയുടെ കാലിനടിയിലേക്ക് വാക്യൂം ക്ലീനറിന് കയറാൻ കഴിയില്ലല്ലോ. ക്രോക്കു വേഗത്തിൽ പറന്നു ചെന്ന് ചുട്ടുവിന്റെ കൈകളിൽ തന്റെ കാലുകൊണ്ട് മുറുക്കി പിടിച്ചു. എന്നിട്ട് സർവശക്തിയെടുത്ത് സോഫയുടെ അടിയിലേക്ക് വലിഞ്ഞു കയറി. തൊട്ടു പിന്നാലെ വാക്യൂം ക്ലീനർ ആ സോഫയുടെ അരികിലെത്തിയെങ്കിലും സോഫയുടെ അടിയിലേക്ക് ആ രാക്ഷസന് വരാൻ കഴിഞ്ഞില്ല കേട്ടോ. സോഫയുടെ അടിയിലെ ഇരുട്ടിലിരുന്നു കൊണ്ട് ചുട്ടു കിതച്ചു. അവരവിടെ ഇരുന്ന് പുറത്തേക്ക് നോക്കി. ആ യന്ത്രം പോയ വഴിയിലുള്ള എല്ലാ ചെറിയ കഷ്ണങ്ങളും അത് വിഴുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ക്രോക്കു സോഫയുടെ അടിയിൽ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെ ആരോ അറിയാതെ ഇട്ടുപോയ ഒരു മിഠായി കഷ്ണം. അപകടം വരുമ്പോ പേടിക്കാതെ ചിന്തിച്ച ഇതുപോലെയുള്ള സമ്മാനങ്ങളും കിട്ടും. ക്രോക്കു ചിരിച്ചു. വാക്യൂം ക്ലീനർ പോയി കഴിഞ്ഞ് അവര് സുരക്ഷിതമായി ആ മിഠായിയുമായി അടുക്കളയിലേക്ക് മടങ്ങി. ഹാളിലെ സാഹസികത അവരെ ഒരു കാര്യം പഠിപ്പിച്ചേ. എത്ര വലിയ ആപത്ത് വന്നാലും ധൈര്യം കൈവിടാതെ പരസ്പരം സഹായിച്ച ഏത് രാക്ഷസനെയും നമുക്ക് തോൽപ്പിക്കാം. കൂട്ടുകാരെ, ഇഷ്ടായോ? എന്നാലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.